ഫേവറേറ്റ് മന്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരുവിധം പേർക്കൊക്കെ പറയാനുണ്ടാവുക ഈ ഡിസംബർ മന്ത് ആണല്ലേ. അതെ, എൻ്റെയും ഫേവറേറ്റ് മന്താണ് കേട്ടോ. അതിന് ഒരുപാട് കാരണങ്ങൾ ഇത് തന്നെയാണ് ആദ്യത്തെ കാരണം. ആ ഒരു ചുവപ്പും മഞ്ഞു മൂടിയ ആ ഒരു ഭംഗിയും എല്ലാം കൊണ്ടുമാണ്. പിന്നെ വൃശ്ചിക മാസമാണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, പുതുവർഷത്തെ വരവേൽക്കാനുള്ള മാസമാണ്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര വൈബ് തരുന്ന ഒരു മാസമാണല്ലേ. പണ്ട് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം ഫ്രണ്ട്സിന് എല്ലാവർക്കും കാർഡ് കൊടുക്കുക, സ്കൂളിലാണെങ്കിൽ കരോൾ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ക്രിബ് ഉണ്ടാക്കുക, പിന്നെ കരോൾ സോങ് കോമ്പറ്റീഷൻ. അങ്ങനെ മൊത്തത്തിൽ ഡിസംബർ ഭയങ്കര രസമായിരിക്കും. സ്കൂളിൽ കാർഡ് കൊടുക്കലാണ് മെയിൻ കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും, ലോകത്തുള്ള എല്ലാ റിലേറ്റീവ്സിനും കാർഡ് അയക്കുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതും നമുക്കൊക്കെ പറയാൻ ആ ഒരു കാർഡ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ. അന്ന് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റാർ, അത് നിർബന്ധം കേട്ടോ, വീട്ടിൽ സ്റ്റാർ തൂക്കുക എന്നുള്ളത്. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ്റെ മെയിൻ പരിപാടി അമ്മ വീട്ടിൽ പോയിട്ട് കുട്ടിപ്പര ഉണ്ടാക്കുകയെന്നായിരുന്നു കേട്ടോ. കുട്ടിപ്പരയുടെ ഉള്ളിലാണ് നല്ല പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കേടായ ബൾബ് എടുത്തിട്ട് ഉജാല മുക്കി അതിങ്ങനെ വെക്കും. അതൊക്കെയാണ് സത്യം പറഞ്ഞ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ആദ്യം മനസ്സിൽ വരുന്ന ഓർമ്മ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റാവുന്ന പോലെ ക്രിസ്മസിന് പുൽക്കൂടോ അല്ലെങ്കിൽ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരുക്കാറുണ്ട്. അതൊരു സന്തോഷമാണ്, അതൊരു നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ രമേശേട്ടനും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഫുഡ് ഐറ്റംസ്, അതാണല്ലോ നമ്മുടെ മെയിൻ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇവിടെ മുംബൈയിലാണെങ്കിലും ഈ ക്രിസ്മസ് പ്രമാണിച്ച് കുറേ നല്ല നല്ല സ്നാക്സും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ ആ ഒരു ദിവാലിയുടെ അതിൽ നിന്ന് മാറി ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയും വൈബിലേക്ക് മുംബൈയും എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ പറ്റാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോവാണ്. ഇനി ബാക്കി അവിടുന്ന്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഡെക്കോറിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ചില പ്രാവശ്യമൊക്കെ നമ്മൾ ക്രിബൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മളങ്ങനെ ക്രിബൊന്നും വിചാരിച്ചിട്ടില്ല. പുതിയ വീട്ടിൽ എന്താ പറയുക, ഒരു ചെറിയൊരു ഈ ഒരു വീടിന് തീമിനെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് തീം, ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട് മനസ്സിൽ. അപ്പോൾ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും നമ്മൾ പോയി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഏകദേശം ക്രിസ്മസിന് ഇനി ഡെക്കോർ ചെയ്യാൻ ഐഡിയ ഉള്ള, അതായത് ഒരു ഐഡിയ കിട്ടാതെ നടക്കുന്നവർക്ക് കുട്ടി രീതിയിൽ അധികം സാധനങ്ങളൊന്നും വാങ്ങാതെ കുട്ടി രീതിയിൽ ഒരു ക്ലാസ്സി ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലങ്ങനെ ക്രിസ്മസ് ട്രീ വാങ്ങാറൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ ഈ ഒരു ദേവദാരു എന്നാട്ടോ നമ്മൾ ഈ ഒരു ചെടിക്ക് പറയുക, ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ട സാധനങ്ങളൊക്കെ തൂക്കി അങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാറ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ചെടിപ്രാന്ത് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ആദ്യം വേണമെന്ന് പറഞ്ഞത് ഈ ഒരു ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ ടി വിയുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വേറെ സ്പേസ് ഒന്നും എടുക്കും വേണ്ട, പിന്നെ എപ്പോഴും കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കില്ലേ. അപ്പോൾ അവിടെ കുറച്ചൊരു ക്രിസ്മസ് ട്രീയും ഒരു സാൻഡയും സ്നോമാനൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ചില പ്രോഡക്ട്സ് നമ്മൾ ഷോപ്പിൽ നിന്നും ചിലത് നെസ്റ്റേഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ റീത്താണ്, ഒരു കൗന ഗ്രാസ് റീത്ത് റിങ് ആണ് കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു ബൊഹേമിയൻ ലുക്ക്, അതേപോലെ തന്നെ ഒരു ഭയങ്കര ക്ലാസി ലുക്കാണ് കേട്ടോ. ഇതിൽ നമ്മൾ എന്താ പറയുക, പാം ലീഫ് ഫ്ലവേഴ്സും സോലാ ബ്ലോസംസും കുറേ ഗ്രാസും ബ്രൈറ്റ് ബെറീസ് ഒക്കെ ഉണ്ട്. അതൊരു ഗോൾഡൻ ഇതിൽ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി തന്നെയാണ് ഇതിൻ്റെ ഭംഗി. നല്ല ബ്യൂട്ടിഫുൾ ഒരു എലഗൻറ്റ് ലുക്ക്, നമ്മുടെ ഈ ഒരു തീമിന് ഭയങ്കര ഭംഗി തരും തോന്നി എനിക്ക്. അടുത്തത് ഒരു ക്രിസ്മസ് വാൾ ഹാങ്ങിങ്. കാരണം നമ്മൾ ടി വിയുടെ സൈഡിലാണ് ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ വാളിൻ്റെ മുകളിൽ നമുക്ക് കൂടുതൽ വെക്കാൻ പറ്റുള്ളൂ, പിന്നെ താഴെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡെക്കോർ വേണ്ട, വലിയ ക്രിസ്മസ് ട്രീ വെക്കുന്നില്ല താനും, കാരണം അത് പിന്നെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്മസ് ഡെക്കോർ വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പിലുള്ളതാണ്. ഇത് 3 സെറ്റാണ് കേട്ടോ. ഒന്ന് റെഡിൽ വരുന്നുണ്ട്, ഒന്ന് ഗ്രീൻ പ്ലെയിൻ ഫാബ്രിക്കിൽ വരുന്നുണ്ട്, ഒന്ന് ഒരു എന്താ പറയുക ഒരു ക്വിൽറ്റഡ് ഗ്രീൻ വെൽവെറ്റും അതേപോലെ തന്നെ ഒരു റെഡ് ഷിമ്മറി സീക്വൻസ് ഒക്കെ വരുന്ന സംഭവമാണ്. ഒരു കുഷ്യൻ ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കാലം നിലനിൽക്കുന്നതാണ്. അതേപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയിലും വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സംഭവം. ഇതിൽ ഈ ഒരു റെയിൻഡിയർ സ്ലേ ഷോ പീസ്, ഇതിൽ ടീ ലൈറ്റ് ഹോൾഡേഴ്സും കൂടെ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്, ഒരു ക്ലാസ് ഈ സംഭവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ 4 റെയിൻഡിയർ സാന്റാക്ലോസിനെ പുള്ള് ചെയ്തിട്ട് 2 സൈഡിലും ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി അലുമിനിയം മെറ്റീരിയലിലാണ് വരുന്നത്. അതുപോലെ തന്നെ താഴെ ഒരു പാഡ് പോലെ വെച്ചിട്ടുണ്ട്, കാരണം അത് സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഡിന്നർ ടേബിളൊക്കെ ഒരുക്കുന്ന സമയത്ത് ടേബിളിൻ്റെ മുകളിൽ 2 സൈഡ് ഇങ്ങനെ കാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കുറേ സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നതിന് പകരം ഒരു ക്ലാസി ലുക്കാക്കാന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് എടുത്തത്. അടുത്തതും ഒരു വെറൈറ്റിയാണ്. എങ്ങനെയുണ്ട്? ഇത് വിംസിക്കൽ പെൻകിൻ ഡെക്കോറാണ് കേട്ടോ.
ഇങ്ങനത്തെ ഒരു ഷോ പീസ് നമ്മളധികം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വെക്കുന്ന കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇത് ഹൈ ക്വാളിറ്റി റേസിനിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിളുമാണ്, സസ്റ്റൈനബിളുമാണ്, അതേപോലെ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് വെറും നമുക്ക് എന്താ പറയുക, ഒരു ക്രിസ്മസിന് മാത്രമല്ല നോർമൽ ഒരു ഡെക്കോർ ഐറ്റം ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും കാണുമ്പോൾ നോക്കണല്ലേ, ടേബിൾ ടോപ്പിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. എല്ലാവരും കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതാണല്ലോ നമ്മുടെ ഡെക്കറേഷൻ്റെ മെയിൻ എന്ന് പറയുന്നതില്ലേ. അടുത്തത് ഒരു ഗോൾഡ് ട്രീറ്റി ലൈറ്റ് ഹോൾഡറാണ് കേട്ടോ. ഇത് 2 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത്. ഒരു ഗോൾഡൻ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പ്രീമിയം ക്വാളിറ്റി അലുമിനിയം മെറ്റീരിയലും അതുപോലെ തന്നെ മാംഗോ വുഡ് ബേസും ആണ് കേട്ടോ. ഇത് 2 സൈഡിലും നമുക്ക് ലൈറ്റും വെക്കാൻ പറ്റും, കാൻഡിൽ പോലെ കത്തിച്ച് വെക്കാനും പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, നല്ല ക്ലാസി ലുക്ക് തരുന്നതാണല്ലേ. ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇതിലെല്ലാം കാൻഡിൽ കത്തിച്ച് വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ രാത്രി വ്യൂ ഞാൻ എന്തായാലും വീഡിയോൻ്റെ അവസാനം കാണിക്കുക. ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും നല്ല ചുരിദാറൊക്കെ ഇട്ട് വന്നതല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം മൊത്തത്തിലുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ഡെക്കോറിൻ്റെ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നല്ല ഫുഡ് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഡിസംബർ മന്തിലെ കംപ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഡെക്കോർ ചെയ്തു. അപ്പോൾ പിന്നെ നല്ല ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും കൂടെ ഉണ്ട്. അതും കൂടെ 1-2 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനാണ്. ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ ഡെക്കോറായിട്ട് ഇതുപോലെ വെക്കാനും പറ്റും. അപ്പോൾ അതാണ് ഞാൻ 2 തരത്തിൽ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് പ്ലാറ്റർ എങ്ങനെ സെർവ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ടേബിളിൻ്റെ മേലെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്നോമാനോ കാൻഡിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്നോമാൻ പ്ലാറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ ആവാം. ആ ഒരു തീമിലുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടല്ലോ. ഇത് 4 പീസ് വരുന്നതാണ് കേട്ടോ. ഒരു 3 സെറാമിക് ബൗൾസും അതുപോലെ തന്നെ ഒരു ബാംബു ബോർഡുമാണ്. ഇത് നാച്ചുറൽ ബാംബു വുഡാണ് കേട്ടോ. അതേപോലെ തന്നെ സേഫാണ്, ഫുഡ് സേഫ് സെറാമിക് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബാംബു ബോർഡ് നമുക്കൊരു ട്രേ ആയിട്ട് യൂസ് ചെയ്യാം, ചായ കൊടുക്കാനോ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇപ്രാവശ്യത്തെ സെർവിങ് എല്ലാം നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതേ ക്രിസ്മസ് ട്രീ ഒരു അക്കേഷ്യ വുഡ് സെർവിങ് പ്ലാറ്റർ ഉണ്ട് കേട്ടോ. ഇത് 100% നാച്ചുറൽ അക്കേഷ്യ വുഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലോത്തിൽ നമുക്കൊന്ന് വൈപ്പ് ചെയ്യാം, അതേപോലെ തന്നെ എയർ ഡ്രൈ ചെയ്യണം, കുറച്ച് കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ ഡ്യൂറബിൾ ആണ്. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇതിൽ 4 ഫോം പാഡ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ബേസിൽ. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും, എന്ത് സ്നാക്സ് വേണമെങ്കിലും വെച്ചിട്ട് പെയർ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കുട്ടികളെ ആകർഷിക്കാനുള്ള കുക്കീസും കേക്കും ക്രിസ്മസ് തീമിലാണ് ഞാനിത് പെയർ ചെയ്തിട്ടുള്ളത്. മാക്രോൺസും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഒക്കെ വെച്ച് അങ്ങനെയും ചെയ്യാം. പിന്നെ നല്ല കളർഫുൾ ആക്കുക. ഈ ഒരു ക്രിസ്മസ് ട്രീ നല്ല കളർഫുൾ ആക്കാൻ ഞാൻ കുറച്ച് ജെംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എസ്തെറ്റിക് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഭംഗിയില്ലേ ഈ ഒരു പ്ലാറ്റർ. നമ്മളെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ പിള്ളേരുടെയൊക്കെ, അതിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് മെയിൻ കോഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പേസ്റ്റൽ ക്രീം സെറാമിക് ബൗളാണ്, ഹാൻഡിലൊക്കെ ഉള്ളതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 100% ഫുഡ് സേഫ് ആണ്. അതേപോലെ തന്നെ നോൺ പോറസ് സെറാമിക് ആണ്. ഈ ഒരു സെർവിങ് ബൗൾ നോൺ ടോക്സിക്കും കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ ഡിഷ് വാഷറിലോ മൈക്രോവേവിലോ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതിന് ആ ഒരു ഹാൻഡിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് സെർവ് ചെയ്യാനൊക്കെ കേട്ടോ. അടുത്തത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു അക്കേഷ്യ വുഡ് പിസ്സ കട്ടിംഗ് ആൻഡ് സെർവിങ് ബോർഡ് നമ്മുടെ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ടതാണ്. ഇത് പിസ്സ മാത്രമല്ല കേട്ടോ, ഫ്ലാറ്റ് ബ്രെഡ്, ഡെസേർട്ട്, ടാർട്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിലുള്ള ഹാൻഡിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇത് ഫുഡ് സേഫ് അക്കേഷ്യ വുഡാണ് കേട്ടോ. അത് കുറേ കാലം ലോങ് ലാസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാനിന്ന് വെച്ചിരിക്കുന്നത് നല്ല കിടിലൻ ബ്രെഡാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ അല്ലേ. ഇതും ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചതാണ് കേട്ടോ. ഈ ഒരു ബ്രെഡ് ബോക്സ് ഇത് അക്കേഷ്യ വുഡ് ബ്രെഡ് ബോക്സ് ആണ്. ഇതിന് ട്രാൻസ്പാരൻറ്റ് ക്ലോഷ് ഉണ്ട്. ഇത് ഡ്യൂറബിൾ അക്കേഷ്യ വുഡ് ആയതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം നിൽക്കട്ടെ. അതേപോലെ തന്നെ ഇതിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു ലിഡ് നമുക്ക് കാണാനും കുറച്ചും കൂടി ഷോ ആവാനും അതേപോലെ തന്നെ അതിൻ്റെ മോയ്സ്ചർ പ്രിവെൻറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇതിന് 2 സ്ലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ 2 ടൈപ്പ് ഓഫ് ബ്രെഡും കാര്യങ്ങളും വെക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് മാത്രമല്ല പേസ്ട്രീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കുട്ടി പ്ലേറ്റിംഗ് കേട്ടോ. ഇതിപ്പോൾ ക്രിസ്മസിന് മുമ്പേ ആയതുകൊണ്ട് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലേറ്റിംഗ്, ഇത്രയും നല്ലൊരു അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യാമെന്നൊരു ചെറിയ ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വെക്കാം. നമ്മൾ ഈ സ്നോമാൻ പോലെ ഉണ്ടാക്കില്ലേ, ഈ ഡെസിഗേറ്റഡ് കോക്കനട്ടും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്നോമാൻ പോലെ ഉണ്ടാക്കിയിട്ടുള്ള വെക്കാം. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഇനി ഇതിൽ കട്ട്ലറ്റ് വെക്കാം. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് അല്ലല്ലോ, അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും വെക്കുന്നതാണ്. നിറയെ ടൈപ്പ് ഓഫ് കേക്ക്സ് വെക്കാം. കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നന്നായി ഇംപ്രസ് ചെയ്യാം, ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യിക്കാം.
പിന്നെ ഈ ഒരു ചിക്കൻ സ്റ്റൂ ഞാനിരുന്ന് കഴിച്ച ദിവസം പറഞ്ഞുതരാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു സാധനം അതായിട്ട് ഇത് നല്ല ഭംഗിയാണ്, നല്ല രസമായിട്ട് നമുക്ക് അതേപോലെ പിസ്സയുടെ എന്താ പറയുക ബോർഡ് ഉണ്ടെങ്കിലും നന്നായിട്ട് നമുക്ക് തന്നെ പിസ്സയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് 6 സ്ലൈസസ് ഒക്കെ ആയിട്ട് വെക്കാം. അപ്പോൾ ചെറിയൊരു ഇത് ക്രിസ്മസ് എന്നുള്ളത് മാത്രമല്ല, ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാനും, ഇംപ്രസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ട് വെക്കാനും, മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നന്നാവും. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഫിൻസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ ഇത് ബെസ്റ്റാണ്. കുട്ടികളാകുമ്പോൾ ഒരു പിസ്സയിൽ ഒരു ലാർജ് പിസ്സ ഓർഡർ ചെയ്ത ഫ്രണ്ട്സിനൊക്കെ കൂടി ഇരുന്ന് കഴിക്കാം അങ്ങനെ. അപ്പം ഞാൻ എന്തായാലും നല്ല വിശപ്പുണ്ട്. ഞാൻ ഈ ഒരു ബ്രെഡും ചിക്കൻ സ്റ്റൂ ക്രിസ്മസ് സ്പെഷ്യൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നാണ്. പിന്നെ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ശരിക്കും ചിക്കൻ സ്റ്റൂയുടെ കൂടെ അടിപൊളിയാണ്. പക്ഷേ സാറില്ല, ഇന്നിപ്പോൾ എനിക്ക് സമയം കിട്ടില്ല. ഇന്ന് ആ ഒരു അടിപൊളി മിൽക്ക് ബ്രെഡിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ബ്രെഡ് ആൻഡ് സ്റ്റൂ ഒന്ന് കഴിക്കട്ടെ. അത് നല്ല അങ്ങനത്തെ ബ്രെഡ് വേണം. വീട്ടിലുണ്ടാക്കിയ ബ്രെഡ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ്. ഒരു മിൽക്കി ടൈപ്പ് ബ്രെഡ് വേണം. ക്രിസ്മസ് പെട്ടെന്ന് വന്നപ്പോലൊരു ഫീല്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയൂട്ടെ, ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ആയിട്ട് വേറെ ദിവസം ഇടുന്നതായിരിക്കും. ഇത് വെറും ബ്രെഡായിട്ട് കഴിക്കാൻ തന്നെ ടേസ്റ്റ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ഇതും വേണ്ട, അത്രയും ടേസ്റ്റുള്ള മിൽക്ക് ബ്രെഡ് ആൻഡ് സ്റ്റൂ. ഇതിൻ്റെ കൂടെ ഓരോന്ന് ഇതൊക്കെ ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. പക്ഷേ ഇതൊക്കെ കുട്ടികൾക്കാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ കുറച്ച് എന്താ പറയുക ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇതൊന്നും അധികം കഴിക്കാനും പറ്റില്ല. പക്ഷെ മാക്രോൺസ് മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. പിന്നെ ഇപ്പോൾ സ്ട്രോബെറി സീസണാണ്. ഇഷ്ടം പോലെ സ്ട്രോബെറി. ഡിസംബർ ജനുവരിയുടെ ഒരു ഗുണമാണ്, പ്ലേറ്റിംഗ് ചെയ്യാൻ ഏറ്റവും ഭംഗിയുള്ള കളറാണ് ആക്ച്വലി റെഡ്. അപ്പോൾ സ്ട്രോബെറി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രഷ് സ്ട്രോബെറീസ് കിട്ടുന്നുണ്ട്. അപ്പം അതിനൊരു കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് എന്നുള്ളത്. അപ്പം നമ്മുടെ വീഡിയോസിൽ ഇനി ദിവസങ്ങളോളം നിങ്ങൾ ഇനി ഒരു 1 മന്ത് നമ്മുടെ ഡെക്കറേഷൻ ഇങ്ങനെ തന്നെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മളിത് എന്തായാലും ഇവിടുന്ന് മാറ്റില്ലല്ലോ. ഇത് എല്ലാ വർഷം മിക്കവാറും വർഷങ്ങൾ ചെയ്യുന്നത്. ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു ഗ്രാൻഡായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അതിനുള്ള കാര്യം സർപ്രൈസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇതൊക്കെ കാണാം. ഇന്നത്തെ ഈ ഒരു ഡെക്കറേഷനും ഈ ഒരു തീമും കാര്യങ്ങളും ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. എല്ലാം നെസ്റ്റേഷ്യനാണ് കേട്ടോ പ്രൊഡക്റ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ വീഡിയോസിൽ ഇങ്ങനത്തെയൊക്കെ ആയിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. ബൈ.